അധികം ഡ്രൈ അല്ലാത്ത ഒരു കൂന്തൽ റോസ്റ്റ് നോക്കിയാലോ. ഞങ്ങൾ ഇന്നലെ വാങ്ങിയ കൂന്തലാണ്. അതിൻ്റെ മഷി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് നന്നാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നന്നാക്കുന്നത്? ഞാൻ ഇങ്ങനെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് കഴുകിയിട്ടാണ് അതിൻ്റെ നടുകെ കൂടി അതിന് കൈ കൊണ്ട് തന്നെ കീറി എടുത്തിട്ട് ആണത് ഒന്നും കൂടി കഴുകി ഇതേപോലെ ആ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ നന്നാക്കുന്നത്. നിങ്ങളൊക്കെ വേറെ ടൈപ്പിലാണോ നന്നാക്കുന്നത്? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ടൈപ്പിലാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ തൊലി പെട്ടെന്ന് പോരും. ഇതിനധികം അഴുക്കൊന്നുമില്ലല്ലോ കൂന്തലിന്. വേഗം പണി തീരുന്ന സാധനവും കൂടിയാണല്ലോ. അത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം മാറ്റൂലേ, അതിന് ഞങ്ങൾ ഇവിടെ പറയണത് പേന എന്നാണ് കേട്ടോ. കൂന്തലിൻ്റെ പേന എന്നാണ് പറയണത്. എന്താണെന്നാവോ അവരങ്ങനെ പറയണത്. പണ്ടത്തെ കാരണന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കൂന്തലിൻ്റെ തല നമ്മ വലിച്ചെടുക്കത്തില്ലേ, അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു മഷി പോലെ ഉണ്ടാവേ. അതൊന്ന് വെറുതെ ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. പിന്നെ ഉള്ളിൽ അതിൻ്റെ മഷി കളയണ ഒരു സംഭവമുണ്ട്, വായ ആ ഭാഗമില്ലേ, അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ബാക്കിലൊന്ന് പിടിച്ച് ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കക്കിപ്പോരും. അതങ്ങോട്ട് പറിച്ച് കളയുകയാണ് ചെയ്യണം. പിന്നെ അതുമേലുള്ള തൊലി പോണേണെങ്കിൽ കളയാറുണ്ട് ഞാൻ, അല്ലെങ്കിൽ ഞാനങ്ങനെ കളയാറൊന്നുമില്ല. കുഴപ്പമില്ല. എൻ്റെ വീട്ടുകാർ കാണിച്ചു തന്നേക്കണേ കേട്ടോ ഞാൻ ഈ ചെയ്യണത്. എൻ്റെ കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, അതിനൊക്കെ അധികം മസാലകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ കുറച്ച് മസാലയും ഒക്കെ കൂട്ടിയിട്ട ഒരു റോസ്റ്റൊക്കെയാണ് ഞാൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പനും മക്കൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്ന് കൂന്തൽ വേണമെന്നും പറഞ്ഞ് രാവിലെ തന്നെ എന്നെക്കൊണ്ട് നന്നാക്കിച്ച്, അതുകൊണ്ടാണ് ഒരുത്തി ക്ലാസ്സിൽ പോയേക്കണേ കേട്ടോ. ഇതിനാണ് ഞങ്ങൾ ഇവിടെ പറയണത് പേനാന്നേ. വെറുതെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ആ സംഭവം. പണ്ട് ഇതെൻ്റെ അമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞായിരുന്നേ, പിന്നെ കൂന്തൽ പേനയും മഷിയൊക്കെ ആയിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നാക്കിയെടുത്ത കൂന്തലിനെ കുക്കറിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടോ ഇച്ചിരി പൊടിക്ക് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണ്ടേ. അത് വെന്ത് വരുമ്പോഴേക്കാളും ഒരു 10-15 കുഞ്ഞുള്ളി ചതച്ചതും ഒരിത്തിരി വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി മാറ്റി വെക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 2 സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഇത് രണ്ടും അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് കളറൊന്നും മാറി വരണം കേട്ടോ. ഇതൊന്ന് നല്ലോണം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ആ കറിക്കൊരു ടേസ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും എന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടേക്കണത്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ ഉപ്പിൽ വേവിച്ചതിൽ ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി. ആ വെള്ളവും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉപ്പിട്ടാൽ മതി, ആ സവാള ഒന്ന് വാടി വരാൻ വേണ്ടി. ആ കൂന്തലിനെ ഞാൻ നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് മസാല പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും ഇച്ചിരി കാശ്മീരി ചില്ലിയും കുറച്ച് ഗരം മസാല ഇട്ടിട്ടുള്ളത്. എരിവിനനുസരിച്ചാണ് നമുക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇടേണ്ടത്. മുളക് പൊടി ഞാൻ ഇട്ടേക്കണത് കാശ്മീരി ചില്ലിയാണ്, ആ കളറിന് വേണ്ടി. കുരുമുളക് പൊടിയാണ് ഇട്ടേക്കണത് കൂടുതലും. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച കൂന്തലും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ആ കൂന്തലിലെ വെള്ളവും കൂടി, അതാണ് ഞാൻ പറഞ്ഞത്, ആ കൂന്തലും കൂടി ചേർക്കുമ്പോൾ ആ വെള്ളം ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കി വേണം ഉപ്പിടാനായിട്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ, സിമ്മിലിട്ടൊന്ന് പറ്റിച്ചെടുക്കുമ്പോഴേക്കാളും ആ കറി റെഡിയാവും. അപ്പോൾ അധികം ഡ്രൈ അല്ലാത്ത രീതിയിലാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. അധികം മസാലകളൊന്നും ഇല്ലാത്ത രീതിക്ക് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.